കേരളത്തിലെ പോൾട്രി കർഷകരുടെ തകർച്ചയ്ക്ക് കാരണം കോഴിത്തീറ്റയുടെ കുതിച്ചുയരുന്ന വില മാത്രമല്ലെന്ന റിപ്പോർട്ട്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വൻകിട പോൾട്രി ലോബികൾ പ്രധാന കാരണമാകുന്നുവെന്നാണ് വിവരം. കേരളത്തിലെ പോൾട്രി കർഷകരുടെ തകർച്ചയ്ക്ക് കാരണം കോഴിത്തീറ്റയുടെ കുതിച്ചുയരുന്ന വില മാത്രമല്ലെന്ന് റിപ്പോർട്ട്. തമിഴ്നാട്ടിലെ കേന്ദ്രീകരിച്ചുള്ള വൻകിട പോൾട്രി ലോബികൾ പ്രധാന കാരണമാകുന്നുവെന്നാണ് വിവരം. കേരളത്തിലെ പോൾട്രി കർഷകരുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി കോഴിത്തീറ്റയുടെ കുതിച്ചുയരുന്ന വിലയായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിലും ഭയാനകമായ മറ്റൊരു ശക്തി ഇപ്പോൾ അണിയറയിൽ പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ട്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വൻകിട പോൾട്രി ലോബികളാണവർ. കർഷകന് ന്യായമായ വില ഉറപ്പാക്കേണ്ട ഫാം റേറ്റ് നിശ്ചയിക്കുന്നതിലും വിപണി നിയന്ത്രിക്കുന്നതിലും ഇവർ നടത്തുന്ന അട്ടിമറി തന്നെയാണ് സംസ്ഥാനത്തെ ചെറുകിട ഫാമുകളുടെ മരണം മുമ്പിലേക്ക് തള്ളിവിടുന്നത്. 44 രൂപയ്ക്ക് വാങ്ങിയ കോഴിക്കുഞ്ഞിനെ 40 ദിവസം തീറ്റയും പരിചരണവുമേകി വിൽക്കുന്നവർക്ക് ചിലവ് തുകയുടെ പകുതി പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണുള്ളത്. കോഴിക്കുഞ്ഞിന്റെ വില, തീറ്റ, മരുന്ന്, പരിചരണ ചെലവ് എന്നിവ പ്രകാരം 1 കിലോ കോഴി ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിൽ 92 മുതൽ 100 രൂപ വരെ ചിലവാകും. ഫാമുകളിൽ കിലോയെ 130 രൂപയെങ്കിലും ലഭിച്ചാലേ മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ. നിലവിൽ 110 രൂപയാണ് ഫാം റേറ്റ്. കേരളത്തിലെ ഫാമുകളിൽ കോഴികൾ വിൽപ്പനയ്ക്ക് പാകമാകുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ ഇറച്ചിക്കോഴികളെ ചില്ലറ വിപണിയിലെത്തിക്കും. ഇത് വിപണിയിൽ കൃത്രിമമായ ലഭ്യത സൃഷ്ടിക്കുകയും ഫാം റേറ്റ് കുത്തനെ ഇടിയുകയും ചെയ്യും. കേരളത്തിലെ ഫാമുകളെ തകർത്ത് ബ്രോയിലർ രംഗത്തെ കുത്തക നിലനിർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. വിപണിയിൽ യാഥാർത്ഥ്യങ്ങളോ ഉൽപാദന ചെലവോ നോക്കിയല്ല, മറിച്ച് തമിഴ്നാട്ടിലെ വൻകിട ഏജൻസികൾ തീരുമാനിക്കുന്ന തുകയാണ് ഫാം റേറ്റായി ഇവിടെ നടപ്പിലാക്കുന്നത്. എന്തു തന്നെയായാലും കേരളത്തിൽ ചിക്കൻ വില കുതിച്ചുയരാനുള്ള സാധ്യത മുന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.